താരകം യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ യാ ഇലാഹൽ ആലമീന യാ ഇലാഹനാ തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീനേ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീനേ യഖീനേ അതതിൽ നമുക്കനിപ്പെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാക്കും യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ 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 ഹഖിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയതീനേ യഖീനേ തൂബലനാ തൂബലനാ ഹഖിൻ യഖീനേ വെളിച്ചം കാട്ടിയതീനേ യഖീനേ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على من أرسل رحمة للعالمين سيدنا محمد النبي الأمين وعلى آله وصحبه الفائزين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة فلكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله مولانا العظيم. وقال نبينا محمد صلى الله عليه وسلم: من أحب لقاء الله أحب الله لقاءه ومن كره لقاء الله كره الله لقاءه. صدق شفيعنا رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സാദാത്യങ്ങളെ, ഉലമാക്കളെ, പ്രിയങ്കരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, അൽഹംദുലില്ലാഹ് ഒരിക്കൽ കൂടി ബുശ്റാക്കുൽ യൗം എന്ന ഈ അനുഗ്രഹീതമായ സദസ്സിൽ സംഗമിക്കാൻ നമുക്ക് സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ വിജയിപ്പിക്കുമാറാവട്ടെ. നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ഉഖറവിയായ തുലാസിൽ അല്ലാഹു ഭാരമുള്ള അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമൊക്കെയാണ്: അല്ലാഹുവേ, എന്റെ ആഖിബത്ത് നീ നന്നാക്കി തരണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പലപ്പോഴും കേൾക്കുന്ന ആയത്താണത്. അല്ലാഹുവേ, ഹിദായത്ത് നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പിഴപ്പിക്കല്ല റബ്ബേ. ഹിദായത്തിലായി ഈമാനിലായി ഞങ്ങളെ നീ നിലനിർത്തണമേ. പ്രായമായവരൊക്കെ കാണുമ്പോൾ ആദ്യമായി അവർക്ക് കാര്യമായി നമ്മോട് ആവശ്യപ്പെടാനുള്ള പ്രാർത്ഥന ഈമാൻ സലാമത്തായി മരിക്കാൻ തയ്യാറാക്കണം മോനെ എന്നതാണ്. പ്രായമായവർ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നു. യുവാക്കളായ നമ്മളൊക്കെ പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാറില്ല. തത്വത്തിൽ ഇതൊക്കെ വേണം, അതൊക്കെ നടക്കും എന്നൊരു ധൈര്യത്തിൽ അങ്ങനെ ജീവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കുമാറാകട്ടെ. അറിയുന്ന വിഷയമാണ്. നമ്മളൊക്കെ ഓരോരുത്തരും നമ്മളൊക്കെ സ്വയം ഒന്ന് ഉണരാൻ വേണ്ടി മാത്രമാണ്, പുതിയ കാര്യങ്ങളൊന്നും അല്ല ആഖിബത്ത് നന്നാകുക എന്നുള്ള വിഷയം. എന്നാലും ആ വിഷയം നമ്മുടെ മനസ്സിന്റെ സജീവ ചിന്തയിലും പരിഗണനയിലൊക്കെ ഉണ്ടാവണം എന്നുദ്ദേശിച്ചുകൊണ്ട് ലളിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എനിക്ക് 1 മണിക്കൂർ മാക്സിമം എടുക്കാൻ സാധിക്കുള്ളൂ. നാളെ രാവിലെ ഫാമിലി പോകുന്നതുകൊണ്ട് ഭയങ്കര തിരക്കിലാണ്. ഉസ്താദിനോട് വാക്ക് കൊടുത്തുകൊണ്ട് മാത്രം ഓടിക്കയച്ച് ഇവിടെ എത്തിയതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു: ഇന്നല്ലദീന ഖാലു റബ്ബന അല്ലാഹു സുമ്മ ഇസ്തഖാമു. തങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറഞ്ഞ് ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവര് മരണമാസന്നമാകുന്ന സമയത്ത് അവരുടെ അടുത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരും. അല്ലാ തഖാഫു വലാ തഹ്സനു,
നിങ്ങൾ പേടിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ അടുത്ത് ഇറങ്ങി വരും. മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ലോകത്തും ഫിൽ ആഖിറ, പരലോകത്തുമൊക്കെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, അവിടെ അതുപോലെ പരലോകത്തും ഇവിടെയും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെന്തും അള്ളാഹു നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതൊക്കെ അള്ളാഹു നൽകുന്നതാണ്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, പൊറുക്കുന്നവനായ കരുണാമയനായ അള്ളാഹുവിന്റെ സൽക്കാരമായി നിങ്ങൾക്ക് അതൊക്കെ ലഭിക്കും എന്ന് വളരെ സന്തോഷകരമായ അന്ത്യം മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. നമുക്കൊക്കെ ആഗ്രഹമുള്ള ഒരു അന്ത്യമാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ, ഇതിനുള്ള യോഗ്യത അള്ളാഹു പറയുന്നത് അല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചതിന് ശേഷം സുമ്മ ഇസ്തഖാമൂ, ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുക. നമ്മൾ ഉൾക്കൊണ്ട തൗഹീദിനെ കളങ്കപ്പെടുത്താതെ ആ തൗഹീദിന്റെ എല്ലാവിധ മുതല്ലബാത്തും, തൗഹീദ് കൊണ്ട് എന്തൊക്കെയാണോ ഒരു മുഅ്മിന് അതിന്റെ അനുബന്ധമായി എന്തൊക്കെയാണ് അവൻ കൽപ്പിക്കപ്പെട്ടിട്ട് അതൊക്കെ കൊണ്ട് നടന്ന ആ തൗഹീദിനെ കളങ്കപ്പെടുത്താതെ കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇസ്തിഖാമത്ത് വളരെ വിശാലമായ ഒരു കാര്യമാണ്. സമ്പൂർണമായ വിധേയത്വത്തോടുകൂടി വഴിപിഴക്കാതെ നേരായ ഋജുവായ പാതയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാം. അതായത് പാത, ലക്ഷ്യം ഇതൊന്നും പിഴക്കാതെ നേരെ അള്ളാഹുവിലേക്ക് എന്ന ആ ഒരു ബോധത്തോടുകൂടി എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന ആ പൂർണ്ണമായ വിധേയത്വം അബൂദിയത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ആഖിബത്തിനെ കുറിച്ചാണ് പറയുന്നത്. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങി വരും, പേടിക്കേണ്ട, സമാധാനപ്പെടുത്തിക്കൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പരലോകത്തും ഒക്കെ അവർക്ക് ലഭിക്കാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് അവരെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടൊക്കെ മലക്കുകൾ. ഈ ഒരു അവസ്ഥ ലഭിക്കാൻ നമ്മളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല രീതിയിലുള്ള അന്ത്യം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകള്, ചരിത്ര സംഭവങ്ങള്, ശുഭമായ അന്ത്യം അല്ലെങ്കിൽ ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളങ്ങൾ, ഇതൊക്കെ ഹദീസിന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുക എന്നതാണ് ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാനിവിടെ ആദ്യം ഓതി കേൾപ്പിച്ചു. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅ. ഒരിക്കൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ കൊതിച്ചാൽ അഹബ്ബല്ലാഹു ലിഖാഅ, അള്ളാഹു അവനെ കാണാനും കൊതിക്കും. വമൻ കരിഹ ലിഖാ അല്ലാഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ കാണാൻ വെറുപ്പ് തോന്നുന്ന ആളുകൾ, അങ്ങനെ ഒരാൾക്കൊരു അവസ്ഥ വന്നാൽ കരിഹല്ലാഹു ലിഖാഅ, അത്തരം ആളുകളെ കാണാൻ അള്ളാഹുവിനും താല്പര്യം ഉണ്ടാവില്ല. ഈ ഹദീസ് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ നബിയല്ലാഹ്, പുണ്യപ്രവാചകരെ, ഇത് മരണത്തെക്കുറിച്ച് മാത്രമാണോ ഈ പറയുന്നത്? മരണത്തോട് നമുക്കൊക്കെ ഏതൊരാൾക്കും, കുല്ലുനാ നക്റഹുൽ മൗത്ത്, എല്ലാവർക്കും മരണത്തോട് വെറുപ്പ് തന്നെയല്ലേ, ആരാണ് മരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ കദാലിക, അങ്ങനെയല്ല ആയിഷ, ലകിന്നൽ മുഅ്മിന ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി അഹബ്ബ ലിഖാ അല്ലാഹ് വഇന്നൽ കാഫിറ ഇദാ ബുശ്ശിറ ബിഅദാബില്ലാഹി വസഖതിഹി കരിഹ ലിഖാ അല്ലാഹി വകരിഹ അല്ലാഹു ലിഖാഅ. ഇത് രണ്ട് രീതിയിലുള്ള ഖാത്തിമത്തുണ്ട്. ഒന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഖാത്തിമത്ത്, ജനങ്ങൾക്കൊക്കെ അയാളുടെ അന്ത്യം എങ്ങനെയായി എന്ന് വ്യക്തമാവുന്ന ഒരു രംഗം. അതാണ് മഹാനായ ശംസുൽ ഉലമയെ കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ തുടക്കത്തിൽ നമുക്ക് സൂചിപ്പിച്ചത്, മഹാനായ മാനുസ്ലിയെ കുറിച്ച്. ഇവരൊക്കെ അവരുടെ ആഖിബത്ത് നമുക്കൊക്കെ അല്ലാഹു കാണിച്ചു തന്നതാണ്. ചിലത് നമ്മൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ മരിക്കുന്ന ആൾ അതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. മരിക്കുന്ന ആൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ലാഹിറല്ലാത്ത ഇഹ്തിലാറിന്റെ സമയത്ത് മരണാസന്നനായ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അവൻ മാത്രം അനുഭവിക്കുന്ന ഒരു സൗഭാഗ്യമുണ്ട്. ആ ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച ആളുകളുടെ അടുത്ത് മലക്കുകൾ വന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് മനുഷ്യൻ ആഗ്രഹിക്കും, അല്ലാഹുവേ എനിക്ക് ആ സ്വർഗം വേണം, അല്ലാഹുവേ നിന്നിലേക്ക് എനിക്ക് അണയണം എന്ന ഒരു തോന്നൽ വരുന്ന ആ ഇഹ്തിലാറിന്റെ സമയം, മരണം ആസന്നമായി മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത് ആ ഒരു രംഗം, ആ രംഗത്ത് മുഅ്മിൻ ആഗ്രഹിക്കും, റബ്ബേ എനിക്ക് നിന്നിലേക്ക് അണയണം, നിന്നെ കാണണം. ആ ഒരു മനസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആയിഷ. അതാണ് മൻ അഹബ്ബ ലിഖാ അല്ലാഹ്.
ആർക്കെങ്കിലും അങ്ങനെ അള്ളാഹുവിനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടാവാൻ സൗഭാഗ്യമുണ്ടായാൽ അഹബ്ബല്ലാഹു ലിഖാഅ, അവനെ കാണാൻ അള്ളാഹു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതേപോലെ തന്നെ ഈ സമയത്ത് മുഅ്മിനല്ലാത്ത രീതിയിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ, സത്യവിശ്വാസി അല്ലാത്ത ദീനിന്റെ പുറത്തായ രീതിയിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അവർക്ക് അദാബിന്റെ രംഗങ്ങളും നരകവും ഒക്കെയാണ് അവർ കാണിക്കപ്പെടുക. അതുകൊണ്ട് ആ സമയത്ത് അവർ പേടിച്ചു പോകും. അള്ളാഹുവെ, നിന്നിലേക്ക് വരാൻ ഞാൻ ഒരുക്കമല്ല എന്ന രീതിയിൽ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഹിസാബിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ആകെ പേടിച്ച് വിഫലനായി ഞാനില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം വരും. അതും ഇഹ്തിലാറിന്റെ സമയമാണെന്നാണ് മഹാന്മാരായ പണ്ഡിതൻ. അപ്പൊ ആ ഒരു രംഗത്തെ കുറിച്ചാണ്, ഇങ്ങനെ ഒരു രംഗം വരാനുണ്ട്. ആയിഷ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രംഗം, അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകേണ്ടി വരുമോ എന്ന ഭയപ്പാട് വരുന്ന, രണ്ടാലൊന്ന് വരുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യന് വരാനിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ആയിഷ ഞാൻ പറയുന്നത്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹു വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹു. വല്ലാത്തൊരവസ്ഥയാണ്. ഏതൊരു മനുഷ്യനും ഇത്തരമൊരു അവസ്ഥയെ നേരിടാൻ സന്നദ്ധനായിരിക്കണമെന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന നാളായി കഴിഞ്ഞാൽ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറൻ. രാവിലെ ആള് മുസ്ലിം ആയിരിക്കും, മുഅ്മിനായിരിക്കും, നമ്മളെ പ്രവർത്തനായിരിക്കും. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേനും ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടാവും. ആ രീതിയിൽ കുഫറും ഇസ്ലാമും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം, മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ അളവുകോലുകളൊക്കെ തെറ്റിയിട്ടുണ്ടാവും. നല്ലതാണെന്ന് വിചാരിച്ചിട്ട്, ഇസ്ലാമാണെന്ന് വിചാരിച്ച്, ഈമാനാണെന്ന് വിചാരിച്ചിട്ട് പല ആളുകളും കുഫറിന്റെ ഭാഗങ്ങൾ, കുഫറിന്റെ അമലുകൾ, കുഫറിന്റെ അഹലുകാരെ പിന്തുടർന്നുകൊണ്ട് പലതും ചെയ്തുകൊണ്ടിരിക്കും. തിരിച്ചറിവില്ലായ്മ കൊണ്ട്, പല കാരണങ്ങളുണ്ടും മുർത്തത്തായിക്കൊണ്ടേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിഫാഖിന്റെ ഒരുപാട് അടയാളങ്ങളുമായി കാലാകാലങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. മാസിയത്തിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ആഖിബത്ത് എങ്ങനെയാവുമെന്ന് അവരുടെ ഇന്നത്തെ ജീവിതം നോക്കി നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈമാനും ഇസ്ലാമും, അല്ലെങ്കിൽ ഈമാനിന്റെ കർമ്മങ്ങളും കുഫറിന്റെ കർമ്മങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം വരും. അന്ന് രാവിലെ മുസ്ലിം ആയവൻ വൈകുന്നേരം കാഫിറായി, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇന്നലെ വരെ കാഫിറായ മനുഷ്യൻ ഇന്ന് മരണപ്പെടുമ്പോൾ അയാൾ മുസ്ലിം ആവാൻ സൗഭാഗ്യം ലഭിച്ച്, ആ രീതിയിലുള്ള ഒരു സാഹചര്യം, ഒരു കാലഘട്ടം വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ. നമ്മള് ഇതിനു വേണ്ടി ഏത് സമയത്തും ഒരു വിചാരപ്പെടല്, ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് എന്നത് വളരെ പ്രസക്തമാണ്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സ്സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സ്സാബിത്. അല്ലാഹു വിശ്വാസികളായ ആളുകളെ, മുഅ്മിനീങ്ങളെ അല്ലാഹു സ്ഥിരപ്പെടുത്തും ബിൽ ഖൗലി സ്സാബിത്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ കലിമത്ത് കൊണ്ട് അല്ലാഹു സ്ഥിരപ്പെടുത്തും. ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്തും, ഫിൽ ആഖിറത്തി, ആഖിറത്തിലും. യുദില്ലുല്ലാഹു ളാലിമീന വയഫ്അലുല്ലാഹു മാ യശാ. ളാലിമീങ്ങളായ, അക്രമികളായ ആളുകളെ അല്ലാഹു നേരായ വഴിയിലേക്ക് കൊണ്ടുവരൂല. വയഫ്അലുല്ലാഹു മാ യശാ, അല്ലാഹു അവന്റെ മശിയത്ത് പ്രകാരം പലതും ചെയ്യുന്നവനാണ്. ഇവിടെ ബിൽ ഖൗലി സാബിത്ത് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ടാണ് ഒരു മനുഷ്യന് മരണസമയത്തും അതുപോലെ ഖബറിലും സിറാത്തിലും ഒക്കെ സബാത്ത് ലഭിക്കുന്നത്, സ്ഥിരത ലഭിക്കുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് മാത്രമാണ് എന്ന് പല മുഫസ്സിരീങ്ങളും വിശദീകരിക്കാൻ. ഈ ഖാത്തിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹിലായി തീരണമെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം എന്നാണ്. പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത അത് അള്ളാഹു സ്വീകരിച്ചോ ഇല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് എന്റെ ഖാത്തിമത്ത് നോക്കിയിട്ടാണ്. അപ്പൊ ഖാത്തിമത്ത് എങ്ങനെയാണെന്നുള്ളതാണ്. മഹാനായ സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു മഹാനവർകള് മരണം ആസന്നമായ സമയത്ത് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രംഗം ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. മഹാനവർകൾ വളരെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഫ്യാൻ സൗരി റളിയല്ലാഹു അൻഹു. അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബന്ധുക്കൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നിങ്ങളുടെ പാപങ്ങൾ ഓർത്തുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വൈക്കോൽ പോലുള്ള ഒരു ചെറിയ ഒരു സാധനം, എന്തോ വില കുറഞ്ഞ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാനവർകൾ പറഞ്ഞു, എനിക്ക് എന്റെ ദോഷങ്ങളെ കുറിച്ച് ഈ സാധനത്തെ എന്റെ അത്ര പോലും എന്റെ അടുത്ത് പ്രശ്നമില്ല, എന്റെ ദോഷങ്ങളല്ല എനിക്ക് പ്രശ്നം, അതിനെ കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് പേടി വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി ഫയമുത് വഹുവ കാഫിറുൻ ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ് ദുനിയ വൽ ആഖിറ ഫഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ എന്ന ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, ആരെങ്കിലും ദീനിൽ നിന്ന് പുറത്തുപോയി ഫയമുത് വഹുവ കാഫിറുൻ, അങ്ങനെ കാഫിറായ രീതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ
فأولئك حبطت أعمالهم في الدنيا والآخرة. അവരുടെ സകല പ്രവർത്തനങ്ങളും തകർന്ന് തരിപ്പണമായി പോകും, ഈ ലോകത്തുള്ളതും പരലോകത്തുള്ളതും. ചെയ്തതിനൊന്നും ഈ ലോകത്തും അതിന്റെ സൗഭാഗ്യം കാണാൻ അവന് ഭാഗ്യം ഉണ്ടാവില്ല, പരലോകത്തിൽ വന്നാലും 0 ആയിരിക്കും. ഇങ്ങനെ ഒരു ആയത്ത് ആണ് എന്റെ മനസ്സിനെ ഇപ്പോൾ മതിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയപ്പെടുന്നത് ഈ ഒരു ആയത്താണ്. ആഖിബത്ത് മോശമായി കഴിഞ്ഞാൽ ദീനിൽ ഒരാൾ പുറത്തുപോയി മുസ്ലിമായ ആളെ കുറിച്ച് പരാമർശം, ദീനിൽ ഒരാൾ പുറത്തു പോകുന്ന ഒരു സാഹചര്യം വന്ന് അങ്ങനെ കാഫിറായിട്ടിട്ട് മരിച്ചുപോയാൽ അവർ നരകത്തിൽ ശാശ്വതരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ഒരു ആയത്തിന്റെ ഈ സമയത്തിന്റെ ഉറക്കം കെടുത്തുന്നു. എന്റെ ശ്രദ്ധ മുഴുവൻ ഈ ആയത്തിലാണെന്ന് മഹാനവറുകള് സങ്കടപ്പെട്ടുകൊണ്ട് പറയണം. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് മഹാന്മാരായ സഹാബത്ത് പോലും ആഖിബത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് ദുന്യവിയായ നമ്മുടെ ആയുസ് പല രീതിയിൽ ദോഷങ്ങളായി പല ശുഗലുകളായി ഒക്കെ നമ്മളിങ്ങനെ തള്ളി നീക്കാണ്. എന്തുമായിട്ടാണോ നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയെ കുറിച്ച് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ഒരു സഹാബി ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ മാ കാന അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന എന്തൊക്കെ മഹദിയായ നിങ്ങളുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോഴൊക്കെ എന്ത് വിഷയത്തെക്കുറിച്ചാണ് നബി തങ്ങൾ കൂടുതലായി ദുആ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, കാന അക്സറു ദുആഇഹി യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബി, ഹൃദയത്തെ അങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഖൽബിനെ നിന്റെ ദീനിലായി നീ സ്ഥിരപ്പെടുത്തണമേ എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതലായി ദുആ ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നബി തങ്ങളുടെ ഏറ്റവും വലിയ ദുആ അതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. റഹ്മാൻ എന്ന ഹദീസിൽ കാണാം. ഏത് സമയത്തും യുഖല്ലിബുഹു കൈഫ യശാ. അത് ഒരു നിമിഷം കുഫറിൽ നിന്ന് ഈമാനിലേക്ക്, ഈമാനിൽ നിന്ന് കുഫറിലേക്ക്, ദോഷത്തിൽ നിന്ന് നന്മയിലേക്ക്, നന്മയിൽ നിന്ന് തിന്മയിലേക്ക്, ഇങ്ങനെ ഏത് നിമിഷം ഹൃദയം ഒരു നിമിഷം കൊണ്ട് മാറാം. അപ്പോ അത് അത്രയും അള്ളാഹുവിന്റെ കയ്യിലാണ് ഹൃദയത്തിന്റെ ഗതി എന്ന് പറയുന്നത്, എങ്ങോട്ടത് തിരിയുമെന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നബി തങ്ങൾ ദുആ ചെയ്തിരുന്നത് സബ്ബിത് ഖൽബി, അല്ലാഹു എന്റെ ഖൽബിന് നീ സ്ഥിരത നൽകണമേ, അലാ ദീനിക്, എന്റെ ദീനിലായ എന്റെ ഹൃദയത്തിനെ നീ നിലനിർത്തണമേ എന്ന് ദുആ ചെയ്തിരുന്നു. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന ദുആ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, അല്ലാഹുവേ എന്റെ ഹൃദയത്തെ നീ തിരിച്ചു കളയല്ലേ, ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തിരിച്ചു കളയല്ലേ, ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകിയതിനു ശേഷം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം പ്രാധാന്യം നൽകിയ, ഭയപ്പാടോടുകൂടി കണ്ടിരുന്ന ഒരു കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില അടയാളങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസത്തിൽ അവൻ ഉച്ചരിക്കുന്ന വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ആണെങ്കിൽ, ഷഹാദത്തൈനിയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് സുഫിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യഥാർത്ഥ മുഅ്മിന് ആ ഒരു സൗഭാഗ്യം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറയാം. അതുപോലെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നെറ്റി വിയർത്താൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ശുഭലക്ഷണമായി പരിഗണിക്കാം എന്നും ചില മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. മൗത്തുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ എന്ന് ഇമാം അഹ്മദും തുർമുദിയും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സത്യവിശ്വാസിയുടെ മരണം ബിഅറഖിൽ ജബീൻ, അവന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ് തിരിച്ചറിയുക അത് മുഅ്മിനായ മരണമാണെന്ന്. അപ്പൊ അതൊരു ലക്ഷണമായി പല മുഹദ്ദിസീങ്ങളും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊരടയാളമായി പറയുന്നത് മൗത്തു ലൈലത്തിൽ ജുമുഅത്തി ഔ നഹാരിഹാ, വ്യാഴാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലോ മരണപ്പെടുക എന്നതും ശുഭലക്ഷണമാണ്. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ മരിച്ചെങ്കിലേ ഹസ്നുൽ ഖാത്തിമത്ത് എന്ന് പറയാൻ പറ്റില്ല എന്നെല്ലാ പണ്ഡിതന്മാരും. ഇങ്ങനെയുള്ളവർ സ്വാഭാവികമായും ശുഭലക്ഷണം, അതായത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച ചർച്ച. ഒരു കാഫിറായ മനുഷ്യൻ, ഒരു മുനാഫിഖായ മനുഷ്യൻ വ്യാഴാഴ്ച വൈകുന്നേരം മരിച്ചതുകൊണ്ടോ
ഒന്നും നമുക്കതൊരു അടയാളമായിട്ട് ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സലാഹായ മനുഷ്യൻ, നമുക്കൊക്കെ സലാഹും ഈമാനും തൗഹീദും ഒക്കെ അറിയുന്ന ഒരു മനുഷ്യൻ അവസാനം മരണപ്പെട്ടത് വ്യാഴാഴ്ച രാത്രിയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലാണെങ്കിൽ അതൊരു ശുഭലക്ഷണമാണ്. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തുൽ ജുമുഅത്തി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. വെള്ളിയാഴ്ച രാത്രിയോ വെള്ളിയാഴ്ച പകലോ വ്യാഴാഴ്ച രാത്രിയോ മരണപ്പെടുന്ന ഒരു വ്യക്തി അവനെ തൊട്ട് അല്ലാഹു ഖബറിന്റെ ശിക്ഷയെ കാക്കും എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ശുഭലക്ഷണമായിട്ടാണ് നമ്മളൊക്കെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. വ്യാഴാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലോ ഒക്കെ ആയിട്ട് നമ്മളെ മരണപ്പിക്കണേ അല്ലെ, ലൈലത്തുൽ ജുമുഅത്തി ഫീ നഹാരിഹ അൽ ഈമാനി വത്തൗബ എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുക. അതൊക്കെ നമ്മുടെ സ്ഥിരമായ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. തൗഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ എന്നൊക്കെ ദുആ ചെയ്യുന്നത് പോലെ തന്നെ അല്ലാഹുമ്മ അമിത്നാ ഫീ ലൈലത്തുൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹ എന്ന് ദുആ ചെയ്യൽ ഈ ഒരു പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് പല ആളുകളും അതൊക്കെ പതിവാക്കിയതാണ്. നമ്മളും ആ രീതിയിൽ നമ്മുടെ ദുആയെ ക്രമീകരിക്കണം. പ്രത്യേകിച്ച് പ്രവാസികളായ എന്നെ പോലുള്ള സുഹൃത്തുക്കളോട് നമ്മുടെ ദുആയിലൊക്കെ പലതും നമ്മൾ ഉൾപ്പെടുത്താറില്ല. പലപ്പോഴും തിരക്കുകൊണ്ടും മറ്റൊക്കെ നമ്മൾ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ വളരെ അപൂർവമാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വന്തമായൊരു ദുആയുടെ ഒരു ഫോർമാറ്റ് വേണം. നമ്മളതിൽ സ്ഥിരമായി കുറെ കാര്യങ്ങൾ റബ്ബിനോട് ചോദിച്ചിരിക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്നത് പോലെ നമ്മുടെ ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹുവേ യാ അല്ലാഹു ബിഹാ യാ അല്ലാഹു ബിഹാ യാ അല്ലാഹു ബിഹാ യാ അല്ലാഹു ബിഹുസ്നിൽ ഖാത്തിമ എന്ന് അത്താസ് റാത്തീബിലൊക്കെ അത്താസ് റാത്തീബ് ഓതുന്ന ആളുകൾക്കൊക്കെ അറിയാം. അല്ലാഹു അതെനിക്ക് നൽകണമേ, അതെനിക്ക് നൽകണമേ, അതെനിക്ക് നൽകണമേ, എന്റെ ആഖിബത്ത് നന്നാക്കണേ എന്ന ഒരു പ്രാർത്ഥന അത്താസ് റാത്തീബിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ആഖിബത്ത് എന്ന് പറയുന്നത് ആജാലനാ ബി കലിമത്തി തൗഹീദ് എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അപ്പോ ആ രീതിയിലുള്ള ദുആകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അത് ഇതിന്റെ ഒരു മുഖവിമാത്താണ്. ഇതിനെ തേടുന്നവർക്കാണ് അള്ളാഹു അത് കൊടുക്കാന്ന് ഇനി വരുന്നുണ്ട്. ചോദിക്കാത്ത ഒരു കാര്യം അള്ളാഹു ചിലപ്പോൾ നൽകിക്കൊള്ളണമെന്നില്ല. നമുക്കതിനെ കുറിച്ച് ബേജാറ് വേണം. റബ്ബേ എന്റെ ആഖിബത്ത്, പല കാര്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തില് ഇത് ചോദിക്കാൻ എന്താ തെളിവ്? നബി തങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥന തന്നെ അതാണ് എന്നാണ് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. സബ്ബിത് ഖൽബി അലാ ദീനിക്, ദീനിലായി നിലനിർത്തണം നബി തങ്ങൾ തന്നെ ദുആ ചെയ്തിരുന്നെങ്കിൽ ഈ ഫിത്നയുടെയും ഫസാദിന്റെയും ഏത് സമയത്തും എങ്ങോട്ടും തിരിയാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സബാത്തിന് വേണ്ടി ദുആ ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അമല് കൊണ്ടും ഇൽമു കൊണ്ടും അതുപോലെ ദിക്ർ കൊണ്ടൊക്കെ നമ്മുടെ നാവിനെ ഹൃദയത്തെ നമ്മൾ കടിഞ്ഞാണിടണം. അതുപോലെ തന്നെ മരണം നല്ല മരണമാണ്. ഒരു സാലിഹായ മനുഷ്യന് നല്ല മരണമാണെന്ന് തിരിച്ചറിയാൻ ഒരു ചില അടയാളങ്ങൾ പറയുന്ന കൂട്ടത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ശുഹദാക്കളെ എണ്ണിയിട്ടുണ്ട്. ഒന്ന് നമുക്കൊക്കെ അറിയുന്ന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്ത് തൗഹീദ് അതിനുവേണ്ടി ജിഹാദ് ചെയ്ത് മരണപ്പെട്ട ആളുകള്, അവർ യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ ദീനിൽ വഫാത്തായ ഷഹീദായ ആളുകളാണ്. അത് നല്ല ലക്ഷണമാണ്. അതോടൊപ്പം തന്നെ വേറെ ചില അടയാളങ്ങൾ, ചില രീതിയിലുള്ള മരണം, അതിൽ പെട്ടതാണ് ഒന്ന് അൽ മത്ഊന്, താഴൂന് പോലുള്ള അസുഖങ്ങൾ പിടിച്ച് മരണപ്പെട്ട ആളുകള്. അതേപോലെ തന്നെയാണ് മബത്തൂന്, വയറിന് അസുഖം പിടിച്ചുകൊണ്ട്, വയറുവേദനയോ അല്ലെങ്കിൽ വലിയ വയറിന് എന്തെങ്കിലും ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലുള്ള വല്ല അസുഖങ്ങളൊക്കെ പിടിച്ച് ആ ഒരു കാരണം കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ, അതുപോലെ തന്നെ മുങ്ങി മരണം, സ്വാലിഹായ മനുഷ്യനെ അള്ളാഹു മരിപ്പിച്ചത് മുങ്ങിയിട്ടുള്ള ഒരു രീതിയിലാണ് എങ്കിൽ അതും നല്ല മരണമായാണ്. സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അതിന് ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. സാഹിബുൽ ഹദ്മി, അതുപോലെ തന്നെ ഒരാളുടെ വീട്, ഒരാൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അയാളുടെ വീട്, അയാളുടെ മക്കളുടെ, അയാളുടെ കുടുംബത്തിന്റെ ഒക്കെ മേലെ, അല്ലെങ്കിൽ അയാളുടെ മേലെ അയാൾ താമസിക്കുന്ന വീട് പൊളിഞ്ഞാടി, ഓഫീസ് പൊളിഞ്ഞാടി, അതിൽ ഈ സാധുവായ മനുഷ്യൻ മരണപ്പെട്ടാൽ അത് നല്ല മരണമായിട്ടാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ചില മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഷഹാദത്തിൽ പെട്ടതാണ്. പ്ലാഗ് പോലുള്ള അസുഖങ്ങൾ, വയറിന്റെ അസുഖങ്ങൾ, മുങ്ങി മരണങ്ങള്, അതുപോലെ തന്നെ വീട് തകർന്നു വീണിട്ട് ഇനി അതുപോലെ തീ പിടിച്ചിട്ട് മരിച്ചാൽ എന്ന മറ്റൊരു ഹദീസിൽ കാണാം. ഇതൊക്കെ ഷഹാദത്തായി അള്ളാഹു പരിഗണിക്കും. അപ്പൊ അതൊന്നും മോശമായ മരണമല്ല, നല്ല മരണമാണ്. ആർക്ക്? ഒരു മുഅ്മിനായ സലാഹ് കൊണ്ടറിയപ്പെട്ട ഒരു മനുഷ്യനാണ് എങ്കിൽ. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആഖിബത്ത് നന്നായി എന്നതിന്റെ തെളിവായി ചില മഹാന്മാര് പറയുന്നത്, ഹദീസിന്റെ വെളിച്ചത്തിൽ തന്നെ പറയുന്നത്, അവരുടെ പ്രസവത്തോടുകൂടി അവൾ മരണപ്പെട്ടു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ആ പ്രസവത്തിൽ ആ സ്ത്രീ മരിച്ചാൽ അത് ഷഹാദത്താണ്. ആ കുട്ടി അവളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചെടു കൊണ്ടുപോകും എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അൽമർഅതു യഖ്തുലുഹ വലദുഹ എന്ന് പറയുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ആ യജുറുഹ വലദുഹ ഇലൽ ജന്ന, അവളെ ആ കുട്ടി സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല മരണമായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത് എന്നർത്ഥം. അതുപോലെ തന്നെ മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ, സ്വന്തം
അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി, സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബന്ധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി, ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ വന്ന് ആക്രമിക്കാണ്. ഭാര്യയെ ഒരാൾ ആക്രമിക്കുമ്പോൾ നമ്മൾ തടയാൻ ചെന്നു, നമ്മളെ അയാൾ കൊന്നു. അല്ലെങ്കിൽ നമ്മളൊരാളെ ആക്രമിക്കാമെന്ന് നമ്മൾ തിരിച്ച് പ്രതികരിക്കുമ്പോഴത്തേന് നമ്മളെ അയാൾ കൊന്നു. അപ്പോ അഭിമാനം, സമ്പത്ത്, ദീന്, ദമ്, ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രക്തം, നമ്മുടെ അഭിമാനം, നമ്മുടെ ദീന്, നമ്മുടെ സ്വത്ത്, ഇതിനൊക്കെ ഒരാൾ കയ്യേറി നമ്മളതിനെ പ്രതിരോധിക്കുന്ന സമയത്താണ് നമ്മൾ മരണപ്പെട്ടതെങ്കിൽ അതൊക്കെ ഷഹീദായിട്ടാണ് ഇമാം തുർമുദി, ഇമാം ദാവൂദും ഇമാം നസായിയൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ അതെങ്ങനെയും ആൾ കൊല്ലപ്പെട്ടു, എളുപ്പമുണ്ടാക്കി ഇത്രയും കാലം അധ്വാനിച്ചിട്ട് എന്താ ഉണ്ടായി എന്നും നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ ഷഹാദത്തായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ആ സലാഹ് കൊണ്ട് അറിയപ്പെട്ട ആളാണെങ്കിൽ അതിനെ ശുഭലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെയാണ് അതിർത്തി കാക്കുക എന്നതിന് അള്ളാഹുവിന്റെ ദീന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതിർത്തി കാക്കുക, രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, കുടുംബത്തെ ഒഴിവാക്കിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് അയാൾ നിൽക്കുന്നത്. അയാൾക്ക് ഒരുപാട് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ കഴിയും. അയാൾ വളരെ ഉറക്കൊഴിച്ചുകൊണ്ട് ശത്രു വരുന്നത് അല്ലെങ്കിൽ എതിർപ്പാളയത്തിൽ നിന്ന് ആരെങ്കിലും നുഴഞ്ഞു കയറുന്നതൊക്കെ നോക്കി അയാൾ കരുതലോടുകൂടി ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കുകയാണ്. ഉറക്കൊഴിച്ചും അല്ലാതെയും ഒക്കെ നിൽക്കുകയാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് ഷഹാദത്തിന് ഉള്ള അതേ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ ദീന് വാഗ്ദാനം ചെയ്യുന്നത്. റിബാത്ത് യൗമിൻ വലൈലത്തിൻ ഖൈറുൻ മിൻ സിയാമി ശഹ്രിൻ വഖിയാമിഹി വഇൻ മാത തറ അലൈഹി അമലുഹു അല്ലദീ കാന യഅമലുഹു വഉജ്രി അലൈഹി റിസ്ഖുഹു വഅമിനൽ ഫത്താൻ. അപ്പൊ അവന് ഒരുപാട് ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അവനും വളരെ സൗഭാഗ്യവാനാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അതിർത്തി കാത്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അത് യുദ്ധത്തിലാവട്ടെ യുദ്ധമല്ലാതെ ആവട്ടെ, അതിർത്തി കാത്തതുകൊണ്ട് യുദ്ധം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, ആ രീതിയിൽ തന്നെ അവൻ മരണപ്പെട്ടു. മുറാബിത്തായിട്ട് മരണപ്പെട്ടു. യുദ്ധത്തിന്റെ മുന്നേ ശേഷമൊക്കെ അങ്ങനെ ഉണ്ടാവാലോ. ഈ യുദ്ധത്തിലായിട്ടാണ് അതിർത്തി കാക്കുന്ന ഒരു പടയാളി മരണപ്പെട്ടതെങ്കിൽ അവന് ഷഹാദത്ത് കിട്ടി, ആദ്യം പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടു. ഇതും ഒരു ശുഭ ലക്ഷണമായിട്ടാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നത്. പിന്നെ മറ്റൊന്നാണ്, ഒരു സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ, സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ, എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, മൂവാവുന്നില്ലല്ലോ അല്ലെ? ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഓക്കെ. من قال لا إله إلا الله ابتغاء وجه الله ختم له بها دخل الجنة. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, എങ്ങനെ? അതിന്റെ ശേഷം പിന്നെ വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അതോടുകൂടി അതിന്റെ അവസാനം സംഭവിച്ചു എങ്കിൽ അവൻ സ്വർഗ്ഗത്തിലാണ്. എന്നതുപോലെ വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരാളൊരു ദാനം ചെയ്തു, ഒരാൾക്ക് ദാനം ചെയ്ത ഉടനെ തന്നെ അയാൾ മരണപ്പെട്ടു. ചിലർ ഖുർആൻ ഓതി ഇരിക്കുമ്പോൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ചെന്നു ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് ഇരുന്ന് മരണപ്പെട്ടു, സുജൂദിലായിട്ട് മരണപ്പെട്ടു. ഇപ്പൊ അടുത്ത് നമ്മുടെ ഒരു പണ്ഡിതൻ ഈ രീതിയിൽ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ മരണപ്പെട്ടു. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇബാദത്തിലായിട്ട് ഒക്കെ ഒരാൾ അതിന്റെ ശേഷം പിന്നെ ഒന്നും ചെയ്യാതെ നേരെ അവസാനം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു സൽക്കർമ്മമാണെങ്കിൽ, ഒരു സൽക്കർമ്മം, ബഹുമാനപ്പെട്ട അലവി ഉസ്താദ് അല്ലെ, ഉസ്താദിന്റെ ഒക്കെ ശിഷ്യനായിട്ടുള്ള മഹാനവറുകൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ഖൈറാക്കി കൊടുക്കട്ടെ. അപ്പോ ഈ വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അപ്പൊ സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ, അതാണ് നമ്മുടെ മഹാന്മാരൊക്കെ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ ഇൽമിന്റെ ഖാദിമായി മരിപ്പിക്കണമേ. ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുത്തണേ. നമ്മളെ സമസ്തയുടെ പ്രസിഡന്റ് മരണപ്പെട്ടു. അവരൊക്കെ ദീനി ഖിദ്മത്തിലായ ഇൽമിന്റെ അഹ്ലുകാരായി, മുദർരിസായി, മുഅല്ലിമായി ഒക്കെ, അതൊക്കെ വലിയ വലിയ തൗഫീഖാണ്. ഒരു ദീനി ഖിദ്മത്തിലായിരിക്കെ മരണപ്പെടുക എന്ന് പറയുന്നത് വലിയ തൗഫീഖാണ്. അത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു അവർക്ക് നൽകുന്നത്. അള്ളാഹുവെ അങ്ങനെ ദീനി ഖാദിമായിട്ട്, എൽമിന്റെ ഖാദിമായിട്ട് സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ മരണപ്പെടണമെന്ന് അവരുടെ ആഗ്രഹമാണ്. ഈ രീതിയിലുണ്ടെന്ന് മരിച്ചു പോയാൽ മതി എന്നൊക്കെ നമ്മളോട് പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അള്ളാഹു ഈ രീതിയിൽ തന്നെ മരണപ്പെടണേ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മാനസ്ഥ നമുക്കറിയാം, സംസ്ഥയുള്ള ജമിയത്തുൽ ജീവനാടിയായിട്ട് യൗവനം, എഴുത്ത്, എല്ലാ രംഗത്തും സജീവ സംഘാടനം, പ്രഭാഷണം, പാണ്ഡിത്യം എല്ലാം കൊണ്ട് നിറഞ്ഞു നിന്ന ബഹുമാനപ്പെട്ട മർക്കദ മഹാനവറുകളൊക്കെ അങ്ങനെ ആ ഒരു ഖിദ്മത്തിലായി തന്നെ ആഖിബത്ത് അല്ലാഹു നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട്, ഇതൊക്കെ ഏറ്റവും വലിയ ശുഭ ലക്ഷണമായിട്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരണം. ഈ ഹുസ്നുൽ ഖാത്തിമത്ത് ഉണ്ടാവാൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ അടയാളങ്ങളാണ് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനമായ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൗബയുള്ള ഒരു മനസ്സാണ് ഇതിന് ഏറ്റവും അവനെ യോഗ്യനാക്കുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയണം. തൗബയുള്ള മനസ്സ് വേണം. തെറ്റുകളിലായി ജീവിച്ചാൽ നമുക്ക് തോന്നുന്ന ഒരു തെറ്റ് ചെയ്താൽ അത് ഇസ്തിഗ്ഫാർ ചെയ്താൽ അതോടുകൂടി തീരുമല്ലോ.
അള്ളാഹു പുറത്തു തരണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഏത് സമയത്തും പശ്ചാത്താപം എന്ന മനസ്സ് തിരിച്ചു വരാനും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതൊക്കെ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ അത് ഇത്രയല്ലേ ഉള്ളൂ. അതിപ്പോ എത്ര ആൾക്കാർ ചെയ്യുന്നത്? കൂടുതൽ ആൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ധൈര്യം തോന്നും, ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ഇതിന് ശിക്ഷിക്കുകയാണെങ്കിൽ ഇപ്പൊ എത്ര ആളെ ശിക്ഷിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കുറ്റത്തെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ജനറലൈസ് ചെയ്യുക ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ ഗൗരവം ചെറുതായി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തൗബ ചെയ്യാനുള്ള മനസ്സ് നമ്മിൽ നിന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും, കുറ്റബോധം നമ്മിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഖിബത്ത് നന്നാവാൻ അവൻ എപ്പോഴും വേണ്ടത് ഈ മുനീബായിരിക്കുക, ഇനാബത്ത്, അള്ളാഹുവിലേക്ക് ഖേദിച്ച്. മഹാന്മാരായ പ്രവാചകന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നത് അവർ ദഅവത്ത് ചെയ്തിരുന്നു എന്നോ ഒന്നും പറഞ്ഞിട്ടല്ല. മഹാനായ ഇബ്രാഹിം നബിയെ കുറിച്ചാവട്ടെ, അവ്വാഹൻ, അല്ലെ, മുനീബൻ, ഇങ്ങനെ അവരുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ഗുണം റബ്ബിലേക്ക് മടങ്ങുന്നവൻ, താഴ്മയുള്ളവൻ, വിനയമുള്ളവൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് വിശേഷണങ്ങളാണ് പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്നത്. ആ ഒരു റബ്ബിലേക്ക് മടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്വായിഫിൽ ചെന്ന് കല്ലെറിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഇല്ലം യകുൻ ബിക അലയ്യ ഗളബൻ ഫലാ ഉബാലി ഗൈറ അൻ ആഫിയതക ഹിയ ഔസഅലി. അല്ലാഹു നിന്റെ ദീനിന് വേണ്ടി ഞാൻ ചെയ്തു, ഇതിന്റെ ഹിസാബിൽ അവിടെ ഉണ്ടാവണം എന്ന രീതിയിൽ അതൊരു വലിയ കാര്യമായിട്ടല്ല നബി തങ്ങൾ പറഞ്ഞത്. ഗൈറ അൻ ആഫിയതക ഹിയ ഔസഅലി. അല്ലാഹുവേ എന്റെ അല്ലാഹുമ്മ ഇന്നി അശ്കു ഇലൈക ളഅഫ ഖുവതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് എന്നൊക്കെ പറഞ്ഞ നബി തങ്ങൾ എനിക്ക് ഈ ദൗത്യം വിജയിച്ചെടുക്കുന്നതിൽ ഒരുപാട് പാളിച്ചകൾ അള്ളാഹുവെ പറ്റി. അള്ളാഹുവെ എന്നെ ഈ ബലഹീനരിലേക്ക്, ഈ അക്രമികളിലേക്ക് നീ ബലഹീനനായി ഏൽപ്പിച്ചു കൊടുക്കല്ലേ. എന്റെ ഈ ദൗത്യം വിജയിപ്പിക്കുന്നതിൽ ഞാൻ ബലഹീനനായി പോയി എന്ന ചിന്തയാണ് നബി തങ്ങളുടെ മനസ്സിൽ വന്നത്. ഇതൊക്കെ നീ കാണുന്നില്ല റബ്ബേ, നീ എന്നെ ഏറ്റെടുക്കണമേ, നീ ഇത് പരീക്ഷണമായി തന്നാലും ഞാൻ തൃപ്തിപ്പെടാൻ തയ്യാറാണ്. ഗൈറ അൻ ആഫിയതക ഹിയ ഔസഅലി. നീ എനിക്ക് സംരക്ഷണം നൽകുന്നതും ആഫിയത്ത് നൽകുന്നതുമാണ് എനിക്ക് താല്പര്യം എന്ന് നബി തങ്ങൾ പറയണം. അപ്പൊ അവിടെ ആ ഇൻകിസാറ്, ഞാൻ വിനയാന്വിതനായി. അതുകൊണ്ടാണ് നബി തങ്ങൾക്ക് അവിടെ പ്രതികാരബോധം ഉണ്ടാവാഞ്ഞത്. അതുകൊണ്ടാണ് ഈ അർഷബൈനിയെ, ഈ രണ്ട് മലയെ ഇവരുടെ മേലിൽ ഞാൻ ഇറക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വരാനിരിക്കുന്ന തലമുറയുടെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് ആരെങ്കിലും നിന്നെ ഏകനാക്കുന്ന തൗഹീദിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവരുടെ അസ്ലാബിൽ നിന്ന് സ്വൽബിൽ നിന്ന് ഇവരുടെ ഭാവിയിൽ വരുന്ന ജനറേഷനെങ്കിലും നിന്നിൽ വിശ്വസിക്കുന്നവരാകും. അപ്പൊ അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവരെ നശിപ്പിക്കരുതെന്ന് അല്ലാഹു എന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അതൊക്കെ ആ അർപ്പണമാണ് റബ്ബ് അവർക്കൊക്കെ കൊടുത്തത്. അതാണ് എല്ലാ പ്രവാചകന്മാരും നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ അമലുകളുടെ പിൻബലത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ് പ്രവാചകന്മാരൊക്കെ നമ്മൾ പഠിക്കുക. അവരെത്ര ത്യാഗം സഹിച്ചിട്ടും അവർ ലാസ്റ്റ് അവ്വാഹ്, അവരെ കുറിച്ചൊക്കെ പറയുന്ന അവർ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങും. ആ ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അതോടൊപ്പം മനുഷ്യന് വേണ്ടതാണ് അല്ലാഹുവിന്റെ ആഖിബത്ത് നന്നാക്കണേ എന്ന പ്രാർത്ഥനയും സ്ഥിരമായി ഉണ്ടാവണം. എങ്കിലേ ആഖിബത്ത് നന്നാവുള്ളൂ എന്ന് മഹാന്മാര് സബബില് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. അൽ ഈമാൻ വത്തഖ്വയിലായിട്ട് നമ്മളെ തവഫന മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. മാത്രമല്ല അല്ലാഹു നമ്മോട് പറയണം വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു പറയണം വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ മരിക്കാവൂ എന്ന് അല്ലാഹു പറയുമ്പോൾ അതൊരു സാധിക്കുന്ന കാര്യമല്ല. നമുക്കറിയില്ല എങ്ങനെയാ നമ്മൾ മരിക്കുന്നത്. അതൊരു അനൈച്ഛികമായ നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രവർത്തനം നടക്കുന്നത് പോലെ എന്റെ മരണം അതെങ്ങനെ സംഭവിക്കും എന്ന രീതിയിലല്ല നമ്മൾ കാണേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ട് മാത്രമേ നിങ്ങൾ മരിക്കാവൂ. മരിക്കുക എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും എന്നല്ല പറഞ്ഞതിന്റെ താല്പര്യം. അപ്പോഴല്ല അതിലൊരു തെക്ലീഫിന്റെ സ്വരം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ മരിക്കാവൂ, അപ്പൊ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നല്ല എന്റെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സാധിക്കും നമ്മുടെ ആഖിബത്ത് നന്നാക്കാൻ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കാം. നമുക്ക് സാധിക്കും. അതിന് നമ്മൾ എന്ത് വേണം? തൗബയുള്ള മനസ്സ് വേണം. റബ്ബിനോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ലാഹിറും ബാത്തിനും ഒരുപോലെയാക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലാഹിറും നമ്മുടെ ബാത്തിനും ഒരുപോലെയാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലാഹിറിൽ പല ആളുകളും മരണപ്പെട്ടതിന് പോയതിനു ശേഷം അവരുടെ ഉസ്താദ്മാർക്ക് കാണിക്കപ്പെട്ടു ഈ ശിഷ്യന് ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ നരകാവകാശികൾ പെട്ടതായത്. അപ്പൊ അതിന് കാരണം അന്വേഷിച്ച് നോക്കുമ്പോ പുറമേക്ക് അയാൾ നല്ലവനായിരുന്നു, ആർക്കും അയാളെ കുറിച്ചൊരു പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ പരിചയമായി ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ അയാൾ സ്ത്രീകളുമായിട്ട് മോശമായ രീതിയിൽ ബന്ധം പുലർത്തിയിരുന്നു. ഇങ്ങനെ പല ഫിസ്കിന്റെ പല കാരണങ്ങൾ കാരണമായിട്ട് അയാൾ മരണപ്പെട്ടത്
കുഫറിലായിട്ടാണ് അല്ലെങ്കിൽ സൂഉൽ ഖാത്തിമത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവരുടെ ഉസ്താദുമാർക്ക് സ്വപ്നത്തിലും മറ്റൊക്കെ കാണിച്ചു കൊടുത്തത് കിതാബുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ലാഹിറും ബാത്തിനും ഒരുപോലെയാക്കുക എന്നതുകൂടി നമ്മുടെ ആഖിബത്ത് നന്നാവാൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ചെറുപ്പക്കാരായ എന്നെ പോലുള്ള സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് ഞാൻ നിർത്താം. എന്റെ നഫ്സിനോട് പ്രത്യേകിച്ച് നമ്മൾ നിർത്തേണ്ടതാണത്. എന്റെ ലാഹിർ എന്താണോ അത് തന്നെയാവണം എന്റെ ബാത്തിൻ എന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യണം, പുനഃക്രമീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അലാനിയത്തും അതുപോലെ നമ്മുടെ ശരീറത്തുകളും ഒക്കെ ഒരുപോലെയാക്കി ശുദ്ധമാക്കി തെരുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതേപോലെ ഹുസ്നുൽ ദന്ന ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുൽ ദന്ന വേണം. എന്റെ റബ്ബ് എന്നെ കൈവിടില്ല, എന്റെ റബ്ബ് എന്നെ കൈവിടില്ല, അള്ളാഹു എനിക്ക് കൂടെയുണ്ട്, എന്റെ റബ്ബ് പുറത്തു തരുന്നവനാണ് എന്ന രീതിയിൽ റബ്ബിലേക്ക് മടങ്ങുന്ന, റബ്ബിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള ആളുകൾക്കാണ് റബ്ബിനെ കുറിച്ച് ഹുസ്നുൽ ദന്ന ഉണ്ടാവുള്ളൂ. നമ്മുടെ ചിന്തയിലും ജീവിതത്തിലും നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോഴും മറ്റുമൊന്നും നമുക്ക് റബ്ബ് എന്നത് നമ്മുടെ ചിന്തയിലേ വരുന്നില്ലെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചൊരു ഹുസ്നുൽ ദന്ന ഉണ്ടാവില്ല. ഹുസ്നുൽ ദന്ന, അള്ളാഹു എന്നോട് നല്ലവനായി പെരുമാറുന്നവനാണ്, എന്നോട് പൊറുക്കുന്നവനാണ്, എന്നെ റബ്ബി വയസ്കീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പറയുന്ന രംഗം പറയുന്നുണ്ടല്ലോ. ഇതാ മരിയത്തു ഹുവയസ്ഫീൻ, ഒക്കത്തിനും എനിക്ക് രോഗം വന്നാൽ എന്നെ ജീവിപ്പിക്കുന്നത്, എന്നെ മരിപ്പിക്കുന്നത്, എനിക്ക് ഭക്ഷണം നൽകുന്നത് ഒക്കെ റബ്ബാണ്. അതാ ഹുസ്നുൽ ദന്നാണ്. എന്നെ റബ്ബ് കൈവിടില്ല എന്ന മനസ്സോടുകൂടി ജീവിക്കുന്നവർക്ക് അവസാന നിമിഷത്തിലും അള്ളാഹുവിന്റെ സഹായം ലഭിക്കും. അവർക്ക് പ്രതീക്ഷിക്കാം. എന്തുകൊണ്ട്? നമുക്കറിയാം പിശാച് ഏറ്റവും കൂടുതൽ ശക്തനാവുന്നത് നമ്മൾ മരിക്കുന്ന സമയത്താണ്. നമ്മളേറ്റവും ദുർബലനായി തീരുന്നത് നമ്മൾ മരണപ്പെടുന്ന സമയത്താണ്. നമ്മുടെ ചിന്തയും വിവേകവും ശാരീരികമായ ക്ഷമതയും ഒക്കെ നശിച്ച് വളരെ നിരാശനായി ബലഹീനനായി ക്ഷയിച്ച ഒരു സമയത്താണ് മരണം നമ്മെ പിടികൂടുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മെ പഴപ്പിച്ച അവസാന നിമിഷം നമ്മള് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നൊരിക്കലും പിശാചി ചിന്തിക്കൂല. അവനാൽ കഴിയുന്ന എല്ലാ കുതന്ത്രങ്ങളും പരറ്റി അവസാനം മോശമാക്കാൻ അവൻ ശ്രമിക്കും. അപ്പൊ നമ്മുടെ ബലഹീനതയും പിശാചിന്റെ ശക്തിയും ഒരുമിച്ച് കൂടുന്ന വളരെ നിർണായകമായ ആ ഒരു ഘട്ടത്തിൽ നമ്മെ സഹായിക്കാൻ നമ്മുടെ റബ്ബിന് മാത്രമേ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയും ഹുസ്നുൽ ദന്നോടുകൂടി ജീവിക്കുക. ഈ ഹുസ്നുൽ ദന്നോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ നമ്മൾ പണി കൊടുക്കണം, നമ്മുടെ ശരീരത്തിന് നമ്മൾ പണി കൊടുക്കണം. ഹുസ്നുൽ ദന്ന് വെറുതെ ഉണ്ടാവില്ല. നമ്മുടെ കർമ്മത്തിനനുസരിച്ചാണ് നമ്മുടെ ചിന്ത. നമ്മളൊരു ചീത്ത പ്രവൃത്തി ചെയ്യുമ്പോൾ അടുത്ത തിന്മ ചെയ്യാൻ കൂടിയുള്ള ഒരു ബാബ് അവിടെ തുറക്കപ്പെടുന്നു. അതേപോലെ ഒരു നന്മ ചെയ്യുമ്പോൾ അടുത്ത നന്മ ചെയ്യാനുള്ള ഒരു ബാബ് തുറക്കപ്പെടുന്നു. അപ്പൊ ഫിസ്കിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്തതിലും അധികം അതിന്റെ ഇരട്ടി ഫിസ്കിനുള്ള വാതിലുകൾ അവൻ തുറന്നു വെച്ചിരിക്കുകയാണ്. അതിലേക്കൊക്കെ കടക്കാൻ ഒരു പ്രയാസമില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തിന്മയിലായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വഴുതാനുള്ള സാധ്യത എന്തിലേക്കാണ്? തിന്മയിലേക്ക് മാത്രമാണ്. എന്നതുപോലെയാണ് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു നന്മ ചെയ്യുമ്പോൾ അള്ളാഹു അവന് അടുത്ത നന്മയിലേക്ക് അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നു. അപ്പോ നന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് അടുത്തതും നന്മയാവൂ എന്ന് പ്രതീക്ഷിക്കാൻ അവസരമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, ഖൈറിനെ അവൻ നമുക്ക് തോന്നിപ്പിച്ചു തരുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് സുഹ്ബത്തു സ്സാദിഖീൻ എന്നത് ഹുസ്നുൽ ഖാത്തിമത്തിന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മഹാന്മാർ പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സ്സാദിഖീൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ചില മഹാന്മാർ സൂചിപ്പിക്കുന്നു, നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേവലം എന്റെ ചുറ്റുപാട് ഞാൻ എന്റെ വ്യക്തി ജീവിതം എന്ന രീതിയിലാണ് ജീവിച്ചാൽ പോയ കൂനു മഅസ് സ്സാദിഖീൻ, സാദിഖീങ്ങളായ സത്യസന്ധരായ അള്ളാഹുവുമായി കളങ്കമില്ലാതെ വളരെ സ്ഫടിക സമാനമായ ജീവിതം നയിക്കുന്ന നമുക്കൊക്കെ എത്ര ഉദാഹരണങ്ങൾ കാണിക്കാൻ സാധിക്കും. കണ്ണിയത്തുസ്താദിനെ പോലുള്ള വളരെ തെളിഞ്ഞ വളരെ നിഷ്കളങ്കരായ സ്ഫടിക സമാനമായ ഹൃദയത്തിന്റെ ഉടമകള്. അത്തരം ആളുകളോട് കൂടെ നിൽക്കുക. കൂനു മഅസ് സ്സാദിഖീൻ, തട്ടിപ്പില്ലാത്ത, തരികിടയില്ലാത്ത, ദുരഭിമാനമില്ലാത്ത, മറകളില്ലാത്ത, ജാടകളില്ലാത്ത, ഇങ്ങനെ എന്താ പറയാ ഇതൊന്നുമില്ലാത്ത നിഷ്കളങ്കരായ ആളുകളുടെ കൂടെയാവുക എന്നതുകൂടി ആഖിബത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വരുന്നുണ്ട്. അവരുടെ കൂടെയല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. സൂഉൽ ഖാത്തിമത്തിന്റെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ, സൂഉൽ ഖാത്തിമത്തിന്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ വിശകലനം ചെയ്താൽ മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുഹബത്തിനൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നത്. നമുക്ക് ആ സൂഉൽ ഖാത്തിമത്തിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. മഹാനായ ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, ഒരു മനുഷ്യനോട് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്നൊരാള് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ബന്ധുക്കളൊക്കെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, വമാ യുഗ്നി അന്നി വമാ ആരിഫു അന്നി സല്ലൈതു ലില്ലാഹി സലാത്തൻ,
അയാൾ പറയാണ്, ഞാൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ഞാന് ഓർത്തു നോക്കിയിട്ട് ഞാനൊരു നിസ്കാരം പോലും ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയലും, പിന്നെ അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവസരം ഉണ്ടായില്ല, പിന്നെ മരിക്കേണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തു. അയാൾ പറയാണ്, അപ്പോ ഇത് ചൊല്ലിയിട്ട് എന്ത് കിട്ടാനാണ്? ഞാൻ ഇത്രയും കാലമായിട്ട് ഒരു നിസ്കാരം പോലും ഞാൻ നിസ്കരിച്ചതായിട്ട് എന്റെ ഓർമ്മയിലില്ല, പിന്നെ ഇപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്ത് കാര്യമാണ്? അപ്പൊ അയാള് സംഭവം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അയാളുടെ ഫിസ്ക്, ഈ താരിഖു സ്വലാ, നിസ്കാരം ഉപേക്ഷിച്ചവനായി എന്നത് അവന്റെ ആഖിബത്ത് തന്നെ മോശമാക്കി കളഞ്ഞു. മഅദല്ലാഹ്, താരിഖു സ്വലാത്തായി എന്നത് അയാളുടെ ആഖിബത്ത് മോശമാക്കി. അതുകൊണ്ടാണ് ബൈനൽ മുസ്ലിമി ബൈനൽ ഇസ്ലാമി വൽ കുഫ്രി തർക്കു സ്വലാ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് തന്നെ നിസ്കാരമാണ്. നിസ്കാരം നിലനിർത്തുന്നുണ്ടെങ്കിൽ മുഅ്മിൻ, ഇല്ലെങ്കിൽ കാഫിർ എന്ന് നമ്മൾ വിധി പറയാറുണ്ട്. അത് ഇത്രത്തോളം ആഖിബത്ത് വരെ ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരാൾ മരണമാസന്നമായ സമയത്ത് അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പോ ആ സമയത്ത് അയാൾ പറയാണെന്ത്? അയാൾ പറയാണ് അതെ, അബ്ദുൽ അസീസ് ബിൻ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ശരി, അയാൾ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അയാൾ പറയുന്നത് എന്താണ്? അന കാഫിറുൻ ബിമാ തഖൂൽ, അന കാഫിറുൻ ബിമാ തഖൂൽ. ഈ പറയുന്നത് എന്താണോ അതിനെ തൊട്ട് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അന കാഫിറുൻ ബിമാ തഖൂൽ, അത് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ എന്ന് ഇങ്ങനെ അയാൾ പറയും. അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണ്? അയാൾ വിശ്വസിക്കാത്ത ആളാണ് ഞാൻ, അത് വിശ്വസിക്കാത്ത ആളാണ് ഞാൻ എന്നാണ് ഇയാൾ തിരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് കാന മുദ്മിന ഖംറിൻ, ഇയാള് കള്ളു കുടിക്കുന്നവനായിരുന്നു. അതൊരു ഫിസ്കാണ്, ഏറ്റവും വലിയ ഫിസ്കാണ്. ഈ ഫിസ്ക് ചെയ്തു എന്ന് ഇന്നത്തെ കാലത്തൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ആളാണ്. ഒരുപാട് ആളുകൾ നാട്ടിലൊക്കെ നല്ല മുഖമുള്ള, ജനങ്ങൾക്കിടയിൽ പേരുള്ള, പെരുമയുള്ള, മഹലിൽ വേണ്ടപ്പെട്ട പല ആളുകളും രഹസ്യമായി ഇത്തരം ദുഷിച്ച ഗുണങ്ങളും ശീലങ്ങളും ഒക്കെ ഉള്ളതായി ഇന്നത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ആളുകളൊക്കെ ഏത് രീതിയിൽ അവരുടെ അന്ത്യം വരുമെന്ന് നമ്മൾ പ്രത്യേകം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇദ്മാനുൽ ഖംർ, തർക്കുസ്സല എന്നൊക്കെ പറയുന്നത് അവരുടെ ആഖിബത്ത് പോലും മോശമാകാൻ ഇത് മതി എന്നാണ് പറയുന്നത്. മുദ്മിന ഖംർ ആയതുകൊണ്ടാണ് അയാൾ പറയുന്നത് അന കാഫിറുൻ ബിമാ തഖൂൽ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്ന്. ഇതുപോലെ മറ്റൊരു ഇമാം ദഹബി മഹാനവറുകൾ ഒരു ചരിത്രം പറയുന്നു. ഒരാള് കള്ളുകുടിയന്റെ കൂട്ടുകാരനാണ്, അയാൾ കുടിക്കൊന്നുമില്ല. അങ്ങനെ ആ മനുഷ്യൻ, ഏറ്റവും വലിയ ഫ്രണ്ട് ഈ കള്ളുകുടിയനാണ്, ഞാൻ കുടിക്കുന്നൊന്നുമില്ലല്ലോ, ഞാൻ ജസ്റ്റ് അവനായിട്ട് കമ്പനിക്ക് വേണ്ടി അവിടെ പോവാന്നുള്ളൂ, ഞാൻ കുടിക്കണമെന്നല്ലോ, ഓൻ കുടിക്കും ശരി തന്നെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സൗഹൃദങ്ങളുള്ള ആളുകളുണ്ടാവും. അത്തരം ഒരാളുടെ ചരിത്രമാണ് പറയുന്നത്. ഫലമ്മ ഹദറത്തുൽ വഫാത്തു ജാഅഹു ഇൻസാനുൻ യുലഖിനുഹു ഷഹാദ. ഇദ്ദേഹത്തിന് മരണമാസന്നമായപ്പോ ഒരാൾ വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു, തൽഖീൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അയാൾ പറയാണ് ഇശ്റബ് വസ്തനി സുമ്മ മാത്. ഇയാൾ പറയാണ് ഇജ് കുടിച്ചോ, കുറച്ചിക്കും തന്നാളെ എന്ന് പറയലും ഇയാൾ മരണപ്പെടലും കഴിഞ്ഞു. ഇശ്റബ് വസ്തനി എന്നാണ് ഇയാൾ പറയുന്നത്. ഈ കുടിച്ചോ, കുറച്ചിക്കും കുടിപ്പിക്ക് എന്ന് പറയലും സുമ്മ മാത്ത് ഇയാൾ മരിച്ചു. അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല. ഈ മുജാലസത്തു സൂ, ചീത്ത ആളുകളുമായിട്ടുള്ള സഹവാസം, ഈ സുഹബത്ത് മോശമായി കഴിഞ്ഞാൽ, ചീത്ത ആളുകളുമായി നമ്മൾ നന്നായി എന്നതുകൊണ്ട് മാത്രം, അതാണ് യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല എന്നൊക്കെ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ ഇല്ലൽ മുത്തഖീൻ. അല്ലേ, പരസ്പരം ശത്രുക്കളായി തീരും സുഹൃത്തുക്കൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ നമ്മൾ നല്ലവനായി എന്നതുകൊണ്ട് മാത്രം എപ്പോഴും നമ്മുടെ വഴിയും നമ്മുടെ അന്ത്യവും ഒക്കെ നന്നാവും എന്ന് പ്രതീക്ഷിക്കുന്നത് അസ്ഥാനത്താണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൗഹൃദങ്ങളെയും നമ്മുടെ കൂട്ടുകെട്ടുകളെയും ഒക്കെ അള്ളാഹു അവനിഷ്ടപ്പെട്ട സൗഹൃദങ്ങളാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ മക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ ക്യാമ്പസുകളിലും അവരുടെ ജീവിതത്തിലും ഒക്കെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചെസ് കളിച്ചുകൊണ്ട് ജീവിതം നശിപ്പിച്ചിരുന്ന, സമയം കൊന്നിരുന്ന ഒരാൾക്ക് അവസാന കാലഘട്ടത്തിൽ അവൻ മരണപ്പെടുന്ന സമയത്ത് അയാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോ അയാൾ പറഞ്ഞത് ചെക്ക് എന്നാണ്. ചെക്ക് എന്ന് പറഞ്ഞാല് ചെക്സ് കളി അറിയുന്നവർക്ക് അറിയാം, രാജാവിനാണ് ഇനി അടുത്തത് രാജാവ് പോവും, കളി തീരാനായി എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. അപ്പോ
അയാളുടെ ഏത് നേരമുള്ള ചിന്ത അതാണ്. അപ്പൊ അയാളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞെടുത്തപ്പോ ഇയാൾ പറയേണ്ടതാണ് ഇപ്പൊ ചെക്കായി, രാജാവ് ഇപ്പൊ വെട്ടും എന്ന ആ ഒരു പറയലും പിന്നെ അയാൾക്ക് തൗഹീദ് പറയാൻ അവസരം ഉണ്ടായില്ല എന്നാണ്. ഇതേപോലെ പാട്ടും കൂത്തുമായി നടന്നിരുന്ന ഹിനായിലും മറ്റൊക്കെ സമയം ചെലവഴിച്ചിരുന്ന അതാണ് നമ്മുടെ കൽബിനെ നമ്മൾ എന്തിനായിട്ടാണ് ചേർത്ത് നിർത്തിയത്, അതാണ് അവസാനം വരികയെന്നാണ്. കൽബിനെ എന്തുമായി ചേർത്ത് നിർത്തിയോ അതാണ് അവസാനം വരികയാണ്. തസൗഫിന്റെ ക്ലാസ്സുകളിലും മറ്റൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, മരണപ്പെടുന്ന ജീവിതകാലം മുഴുവൻ ഒരേ പണി ചെയ്തുകൊണ്ടിരുന്ന ആള്, ദുനിയാവിനെ കുറിച്ച് മാത്രം, ദുനിയാവും അതുമായുള്ള കച്ചവടങ്ങളും മാത്രമായിട്ട് കൊണ്ടുനടന്നിരുന്ന ആള് മരണപ്പെടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടാണ് മരിക്കുകയെന്നാണ്. അതാണ് ഹുസ്മത്തും ബിദിർഹം എന്ന കഥയൊക്കെ നിങ്ങൾ പലരും കേട്ടുകാണും. രാവിലെ പോകുന്നു, വിറക് ശേഖരിക്കുന്നു കാട്ടിൽ നിന്ന്, എന്നിട്ട് അങ്ങാടിയിൽ വന്നുകൊണ്ട് ഉറുപ്പയ്ക്കൊരു കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിറക് വിൽക്കുന്ന ഒരാള് അവസാനം മരണപ്പെട്ടത് ഹുസ്മത്തും ബിദിർഹം എന്ന് പറഞ്ഞിട്ടാണ് എന്നൊരു ക്ലാസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇയാളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഒരു കെട്ടിന് ഉറുപ്പയ്ക്കൊരു കെട്ട് വിറക്, ഉറുപ്പയ്ക്കൊരു കെട്ട് എന്നാണ് അയാൾ പറയാം. അയാളിതാണ് ഉറുപ്പയ്ക്ക് 10, ഉറുപ്പയ്ക്ക് 15 എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യണവരൊന്നും ബേജാറാവണ്ട. അവരുടെ മനസ്സിൽ അതുള്ളെങ്കിൽ ചിലപ്പോൾ മരണസമയത്ത് ഇതേ വരുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിനെ ഈമാനുമായി ബന്ധപ്പെടുത്തി നിർത്തട്ടെ. അതാണ് അല്ലാഹു മസബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി ദഅവത്തും ഈ ക്ഷീണവും ദീനിന് വേണ്ടി ഉറക്കൊഴിക്കലും ദീനിന് വേണ്ടി ത്യാഗം സഹിക്കലും ഹിജ്റ ചെയ്യലും ഒക്കെ പതിവാക്കിയ ആ റസൂലുള്ള പോലും സബ്ബിത് ഖൽബി അലാ ദീനിക, ആ സബാത്ത് നമ്മള് വളരെ വളരെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു ഖനിയാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ സൂൽ ഖാത്തിമത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വളരെ ദുർബലമായി തീരുന്ന ആ ഘട്ടത്തിലൊക്കെ അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാം. അപ്പൊ ഇതിനും പ്രത്യേകം കാരണം, ഇതൊക്കെ നമ്മൾ ചില വിഷയങ്ങൾ പറഞ്ഞു, ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം മാസിയത്തുമായി നമ്മുടെ കൽബിനെ, ശരീരത്തെ ബന്ധപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ്. മാസിയത്തുമായി ഇപ്പൊ ഏത് ചെറിയ തെറ്റാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ മുതാല ചെയ്യുമ്പോൾ ആധുനികമായ കുറെ ചരിത്രങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. ആധുനികമായ കുറെ ചരിത്രങ്ങൾ തെമ്മാടിത്തം ഉദ്ദേശിച്ചുകൊണ്ട് സ്ത്രീയുമായി വിജനമായ സ്ഥലത്ത് പോയി സ്വന്തം കാറിലിരുന്ന് ദുഷിച്ച ചിന്തകളോടുകൂടി സ്ത്രീയുടെ കൂടെ ഇരുന്ന് വസ്ത്രം അഴിച്ച സമയത്ത് തന്നെ ആ സമയത്ത് അയാൾ മരണപ്പെടുകയാണ്. ആളെ കുറിച്ച് ആളുകൾക്ക് നല്ലതേ അറിയുള്ളൂ, പക്ഷെ ഇയാളൊരു ചീത്ത നീയത്തോടു കൂടി പോയി എന്നുള്ളതാണ്. അയാളുടെ സൂൽ ഖാത്തിമത്ത് അയാൾക്ക് സംഭവിച്ചു. ഒരു ഫിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഫിസ്കിനുള്ള തയ്യാറെടുപ്പിലായിട്ട് മരണപ്പെടുക. ഒരാൾ സിനിമ കാണാൻ പോയിട്ട് ആ സിനിമാ തിയേറ്ററിൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു സൂൽ ഖാത്തിമത്താണ്. ഒരു തമ്മാടിത്തത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്മാടിത്തത്തിന്റെ സ്ഥലത്തിൽ, ഒരു ഫുജൂര് നടക്കുന്ന സ്ഥലത്ത് ഒരാൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു സൂൽ ഖാത്തിമത്തായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഒരു മാസിയത്തിലായി അല്ലെങ്കിൽ മാസിയത്തിന്റെ സ്ഥലത്ത് മരണപ്പെടുക എന്നുള്ളത്. അപ്പൊ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ബാങ്ക് കൊടുത്ത് സ്ഥിരമായി ബാങ്ക് കൊടുത്തിരുന്ന ഒരാള് മരണപ്പെടുന്ന സമയത്ത് അയാള് മുസ്ഹഫ് കൊണ്ടുവരാൻ പറയുകയും വിശുദ്ധ ഖുർആനിൽ കൈവച്ചിട്ട് അയാൾ പറഞ്ഞു ഇന്നി ബരീഉം മിമ്മാ ഫീഹ്, ഈ ഗ്രന്ഥത്തിലുള്ളതിൽ നിന്നൊക്കെ ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് മരണപ്പെട്ടു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അയാളുടെ തൊഴില് ബാങ്ക് കൊടുക്കലായിരുന്നു. ഇയാളുടെ സഹോദരന് ഇതുപോലുള്ള ഒരു അന്ത്യം സംഭവിച്ചു. മൂന്നാമത്തെ സഹോദരൻ ഹജ്ജിന് വന്ന് അയാള് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നത് അല്ലാഹുവേ എന്റെ ആഖിബത്ത് നന്നാക്കണേ, അല്ലാഹുവേ എന്റെ ആഖിബത്ത് നന്നാക്കണേ എന്ന് തന്നെ ദുആ ചെയ്തപ്പോ ഒരാൾ ചോദിച്ചത്ര അദ്ദേഹത്തോട്, നിങ്ങൾ എന്താണ് ഇതന്നെ ദുആ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വേറൊന്നും എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ടില്ല. എന്റെ ഏറ്റവും വലിയ ഭയപ്പാട് എന്ന് പറയുന്നത് ഞാൻ ഏത് രീതിയിൽ മരിക്കുമെന്നാണ്. അപ്പൊ എന്താ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ 2 സഹോദരന്മാരും ബാങ്ക് കൊടുക്കുന്ന തൊഴിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവര് ആളുകൾ താമസിക്കുന്ന ഹൈയിലൂടെ, കോളനിയിലൂടെ നടക്കുകയും സ്ത്രീകളുടെ ഔറത്തുകൾ കാണാനായിട്ട് എത്തി നോക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സൂൽ ഖാത്തിമത്ത് സംഭവിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും എന്റെ ജീവിതത്തിലെ റബ്ബിനോട് ഈ സമയത്ത് കാബയിൽ വെച്ച് കില്ല പിടിച്ച് ചോദിക്കാനുള്ളത് എന്റെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ എന്ന് മാത്രമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതാണ്. കിതാബിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ നെറ്റിൽ ടൈപ്പ് ചെയ്താൽ പോലെ ഈ ചരിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോ അൽ ഇസ്റാറു അലൽ മഅസിയ, തൗബ ചെയ്യാത്ത രീതിയിൽ ചില ചെറിയ ദോഷങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ, അല്ലെങ്കിൽ പശ്ചാത്താപമില്ലാതെ വൻദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു മുഖവും ഉള്ളിൽ മറ്റൊരു മുഖവുമായിട്ട് ജീവിക്കുക, ഇതൊക്കെ സൂഉൽ ഖാത്തിമത്തിന് വളരെ സബബായിത്തീരുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ദോഷങ്ങള് അൽ മആസി ബരീദുൽ കുഫർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് അൽ മആസി ബരീദുൽ കുഫർ. മആസി എന്ന് പറയുന്നത് ബരീദുൽ കുഫറാണ്, കുഫറിലേക്ക് ചെന്നെത്തുന്ന കാര്യമാണ്. അപ്പൊ ഈ കുഫർ എന്ന് പറഞ്ഞതാണ് നേരെ പിറ്റേന്ന് ശ്രീകൃഷ്ണൻ ആരാധിക്കുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം.
അത് കുഫറിലേക്ക് ചെന്നെത്തും. ഏതെങ്കിലും ഒരു രീതിയിലായിട്ട് റബ്ബിനെ തന്നെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ നിഷേധിയായി മരണപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് ചിലപ്പോൾ ദോഷങ്ങള് നമ്മെ കൊണ്ടെത്തിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പരലോക ജീവിതം ഖൈറാക്കി തരട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഉസ്താദന്മാര്, അവരെയും നമ്മയും ഒക്കെ അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ മക്കളുണ്ട്, അതുപോലെ നമ്മുടെ ഭാര്യമാരുണ്ട്, അതുപോലെ നമ്മുടെ ബന്ധുജനങ്ങളുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും ഒക്കെ നല്ല സാഹചര്യങ്ങളിൽ നല്ല ആളുകളോടുകൂടെ ജീവിച്ച് അള്ളാഹു അവന്റെ ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് പറയുന്ന ആ മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദുആയിൽ എന്നെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണം എന്ന പ്രാർത്ഥനയോടുകൂടി അഭ്യർത്ഥനയോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا أحسن الجزاء. ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദൈബി ഉസ്താദ് അവർ വളരെ മനോഹരമായി ഇന്നത്തെ ബുഷ്റാക്കുൽ യൗം പരിപാടിയെ അഭിസംബോധന ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. തീർത്തും വളരെ പ്രസക്തമായ ഒരു വിഷയം, നമ്മൾ എപ്പോഴും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഹുസ്നുൽ ഖാത്തിമ, അവസാനം നന്നാവുക. നമ്മൾ പലപ്പോഴും വേവലാതിപ്പെടാറുണ്ട്, ആലോചിച്ച് ചിന്തിച്ച് വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. അല്ലാഹുവേ, എന്റെ ആഖിബത്ത് ഒന്ന് നന്നാക്കി തരണേ എന്ന് നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം നല്ല രീതിയിൽ അവസാനിക്കുക എന്ന് വളരെ മനോഹരമായി ഉസ്താദ് അവറുകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എത്ര അതിന് ശുക്ർ ചെയ്താലും എത്ര ശുക്ർ ചെയ്താലും മതി വരികയില്ല. മാത്രമല്ല ഉസ്താദ് അവർ വളരെ മനോഹരമായി ഇവിടെ ഓതിയ ഒരു ആയത്ത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹി എന്ന് തുടങ്ങുന്ന ആയത്ത് വളരെ മനോഹരമായി, വളരെ പ്രസക്തമായി തന്നെ നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അല്ലാഹു എന്റെ റബ്ബാണെന്ന് പറയുകയും പിന്നെ ഇസ്തിഖാമത്തിലാവുകയും സത്യ വഴിയിലാവുകയും ചെയ്തതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആഖിറമാണ്, പരലോകമാണ്. അതിനുവേണ്ടിയുള്ള കോപ്പുകൂട്ടലുകളാണ് ദുനിയാവിലെ ജീവിതത്തിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും എപ്പോഴും അല്ലാഹുവിന്റെ ത്വഅത്തിലായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നയാളാണ് ഒരു മുഅ്മിൻ. മാലാഖമാരാണ് അവരോട് ഇറങ്ങിക്കൊണ്ട് പറയുക, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ്. തീർച്ചയായും സ്വർഗീയാരാമം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മലക്കുകൾ അവരോട് വിളിച്ചു പറയുന്ന വളരെ മനോഹരമായ ഒരു അവസ്ഥ നമ്മളെ കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവിനോട് നമ്മൾ എല്ലാ സമയവും ചോദിച്ചുകൊണ്ടിരിക്കണം, തേടിക്കൊണ്ടിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു തരണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക വ തആതിക എന്ന് നമ്മൾ പലപ്പോഴും നമ്മുടെ ദുആകളിൽ ഒക്കെ പറയാറുണ്ട്, അള്ളാഹുവിനോട് തേടാറുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ മനസ്സിനെ ഒരിക്കൽ പോലും കളങ്കപ്പെടുത്താതെ, ഒരിക്കൽ പോലും ദീനിൽ നിന്ന് അകലാതെ നിന്റെ പരിശുദ്ധമായ ദീനിന്റെ മേലിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേയെന്ന് നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്. മാത്രമല്ല പലപ്പോഴും നമ്മൾ ദുആകളിൽ ഉൾപ്പെടുത്തുന്നതാണ്, റബ്ബനാ, പടച്ച തമ്പുരാനെ, ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിന് ചാഞ്ചാട്ടം നീ തരല്ലേ തമ്പുരാനെ. ഒരിക്കലും മനസ്സിന് മറ്റൊരു രീതിയിലുള്ള ഒരു ചാബല്യം തരല്ലേ തമ്പുരാനെ എന്ന് നമ്മൾ എല്ലാ സമയവും അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്നുൽ ഖാത്തിമ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരവുമാണ് അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ ആളെ സംബന്ധിച്ചിടത്തോളം അവന് ചെന്നെത്താനുള്ളത് അള്ളാഹുവിന്റെ സ്വർഗീയ ഭവനമാണ്. അതിലപ്പുറം അള്ളാഹുവിന്റെ ലിഖാ ആണ്. അവൻ ഇഷ്ടപ്പെട്ട് ആരാധിച്ച് തന്റെ കർമ്മങ്ങളെല്ലാം സമർപ്പിക്കുന്ന അള്ളാഹുവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഓരോ മുഅ്മിനും അവന്റെ ജീവിതം തള്ളി നീക്കുന്നത്. അതുകൊണ്ട് അവസാന സമയം നന്നാവാൻ ഞാൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഹുദവി ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് നമ്മുടെ മഹാന്മാരായ ബഹുമാനപ്പെട്ട മാനുസ്താദിന്റെ നാട്ടിൽ, ഷെയ്ഖുന കെട്ടി മാനുസ്താദിന്റെ നാട്ടിൽ ഇരിങ്ങാട്ടിരിയിൽ വളരെ മനോഹരമായ ഇവിടുത്തെ ദർസും പള്ളിയും ഇവിടുത്തെ മദ്രസയും സുബ്ലുർ റഷാദ് വാഫി കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റുമായി ഉസ്താദ് അവർകൾ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. മാത്രമല്ല ഒരിക്കൽ പോലും ആ നാട്ടുകാരനല്ല അലവി ഉസ്താദ്, പിന്നീട് ആ നാട്ടിലേക്ക് എത്തിയ ആളാണ്. ബഹുമാനപ്പെട്ട കെ ടി ഉസ്താദിന് ശേഷം ആ നാടിനെ സജീവമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച ആളാണ് അലവി ഉസ്താദ്. ആളുകൾക്ക് എപ്പോഴും ചെന്ന് പറയാനും കൊതി തീരുവോളം സംസാരിക്കാനും ചെന്ന് അഭയം പ്രാപിക്കാനുള്ള കേന്ദ്രവും കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട അലവി ഉസ്താദ്. ഉസ്താദ് അവരുടെ മരണം വല്ലാത്ത ഒരു ഭീതിതമായ ഒരു വല്ലാത്ത ദുഃഖം അവിടുത്തെ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ഉസ്താദ് അവർ അങ്ങനെയായിരുന്നു, ഉസ്താദിന്റെ ജീവിതം അത്തരത്തിലുള്ളതായിരുന്നു. സുബഹി നിസ്കാരത്തിന് മനോഹരമായി നിസ്കാരത്തിൽ നേതൃത്വം നൽകുകയും നിസ്കാരത്തിനിടക്ക് ആയത്ത് ഓതി പകുതിയാകുന്നതിന് മുമ്പ് ഉസ്താദ് അവർകൾ 3 തവണ ആയത്ത് ആവർത്തിച്ചുകൊണ്ട് മരണം പുൽകുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞപ്പോ ഇതൊക്കെയാണ് ഹസ്നുൽ ഖാത്തിമ എന്ന് ഈ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇതുപോലെ നല്ല ഒരു മരണം പുഞ്ചിരി തൂകിക്കൊണ്ട് സ്വർഗീയമായ ആരാമം കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആഖിബത്ത് മോശമായി മരിക്കുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്താതെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ, സജ്ജനങ്ങളായ ആളുകൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടതുപോലെ, വഫാത്തായതുപോലെ, അവരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകും.